അനുഭവമാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഗുരു. പക്ഷേ ആ ഗുരുവിൻ്റെ ഫീസ് വളരെ വലുതാണ്. പ്രശസ്ത തത്വചിന്തകൻ കാർലൈലിൻ്റെ വാക്കുകളാണിത്. ഇതിന് അനുബന്ധമായ ഒരു കഥയുണ്ട്. ഒരിക്കലൊരു വ്യാപാരിക്ക് ഒരു കഴുതയുണ്ടായിരുന്നു. ആ വ്യാപാരിയുടെ കഴുത തൊട്ടടുത്തുള്ള പൊട്ടക്കിണറ്റിൽ വീഴാനിടയായി. വ്യാപാരി നോക്കുന്ന സമയത്ത് വളരെ ആഴത്തിലുള്ള ആ പൊട്ടക്കിണറ്റിൽ കിടന്ന് കഴുത കരയുകയാണ്. അപ്പോൾ വ്യാപാരി ചിന്തിച്ചു, ഈ കഴുത പ്രായമുള്ളതാണ്, അത് മാത്രമല്ല ഈ പൊട്ടക്കിണർ അവിടെ അങ്ങനെ കിടക്കുന്നത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അത് മൂടണമെന്നും തീരുമാനിച്ചു അദ്ദേഹം. അങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ അദ്ദേഹം ആ കഴുതയെ അതിനുള്ളിലിട്ട് മൂടാൻ തീരുമാനിച്ചു. കാരണം കഴുത പ്രായമുള്ളതാണ്, പിടിച്ച് കയറ്റിയിട്ടും അതിനെ കൊണ്ട് അധികം ദൂരം ഓടാൻ കഴിയില്ല, അതിനെ കൊണ്ട് അധിക ദൂരം ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് രണ്ടും കൂടി അങ്ങ് ഒരുമിച്ച് തീർക്കാം എന്ന ആ ഒരു ചിന്തയിൽ അദ്ദേഹം തൻ്റെ സഹായികളെ വിളിച്ച് മണ്ണും കല്ലും പാഴ്വസ്തുക്കളും ഒക്കെ ആ പൊട്ടക്കിണറ്റിൽ നിറയ്ക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ കഴുത ഉച്ചത്തിൽ നിലവിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കഴുതയുടെ ശബ്ദം കേൾക്കാതെയായി. അപ്പോൾ നമ്മുടെ വ്യാപാരി വിചാരിച്ചു, ഓഹോ എല്ലാം കൂടി തീർന്നു, ഈ മണ്ണും മറ്റ് സാധനങ്ങളും പാഴ്വസ്തുക്കളൊക്കെ വീണ് കഴുതയുടെ കഥ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിച്ച നമ്മുടെ വ്യാപാരി പൊട്ടക്കിണറ്റിൽ നോക്കുന്ന സമയത്ത് കാണുന്നത് ആ പൊട്ടക്കിണർ നികന്നു വരുന്നതോടൊപ്പം തന്നെ കഴുതയും മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കഴുത നേരത്തെ ഉള്ളതിനേക്കാൾ ആരോഗ്യത്തോടു കൂടി ഉഷാറായി കഴുത തൻ്റെ ജീവന് വേണ്ടിയിട്ട് പോരാടി അത് മുന്നോട്ട് കയറി വരികയാണ്. അങ്ങനെയുള്ള ജീവിതങ്ങളാണ് പല ജീവിതങ്ങളും. എത്ര തന്നെ ചവിട്ടി താഴ്ത്തിയാലും അതിൽ നിന്ന് ഉയർന്നു വരുന്ന പല ജീവിതങ്ങളുണ്ട്. മറ്റുള്ളവരുടെ ചവിട്ടിത്താഴ്ത്തലിൽ നിന്ന് ഉയർന്നു വരുന്നവരാണ് നമ്മളിൽ പലരും. ശരിയല്ലേ? ഹാവ് എ നൈസ് ഡേ.